നീലാനീവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖനല്ലേ? നോമ്പൊക്കെ ആയിട്ട് എന്താ പുതിയ വിശേഷങ്ങൾ? എല്ലാവരും സുഖനല്ലേ? നമുക്കൊരു സുഖം തന്നെയാണ്, അൽഹംദുലില്ലാഹ്. കച്ചവടമൊക്കെ പോകൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെ വിചാരിക്കുന്നു. പിന്നെ നമ്മൾ രാവിലത്തെ പരിപാടി തുടങ്ങിയാണ്. സാധാ ഉള്ളിയട്ടലും ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ സമൂസക്കുള്ള മസാല റെഡി ആക്കണം, പിന്നെ ചട്ടിപ്പത്തിരിക്കുള്ള മസാല റെഡി ആക്കണം, പിന്നെ വേറെല്ലാം കട്ട്ലേറ്റിൻ്റെ മസാല റെഡി ആക്കണം. അതൊക്കെ നമ്മൾ സെറ്റാക്കാനുള്ളൂ. ഇപ്പം ഇനി ഉള്ളികളൊക്കെ ഉള്ളി വെട്ടി കൊടുക്കാം. ഉള്ളികൾ ഓർഡറൊന്നുമില്ല, നമ്മൾ അവിടെ വിൽക്കാൻ കൊണ്ടാണ്. കുറച്ച് ഉള്ളികൾ ഉണ്ടാക്കണം, ഒരു 10-25 ഉള്ളികൾ ഉണ്ടാക്കണം. ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കലുള്ളൂ. പിന്നെ പള്ളിക്ക് ഓർഡർ കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കാൻ സമയം കിട്ടുമോ? 4 മണി പോകണ്ടേ? നല്ല അൽഹംദുലില്ലാഹ് ഒക്കെ ആ സമയത്ത് ആവുന്നുണ്ട്. അത് കൊണ്ടുവന്നാൽ പിന്നെ 1 മണിക്കൂർ കൊണ്ട് ഫുള്ള് സാധനം കഴിയും. അങ്ങോട്ട് എത്തിയ 1 മണിക്കൂർ കൊണ്ട് സാധനം കഴിഞ്ഞ് 6 മണിക്ക് ഇങ്ങോട്ട് തിരിച്ച് സാധനം കൊണ്ടുപോകാൻ. അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഉള്ളി വെട്ടണ ഇത് കഴിഞ്ഞാൽ അപ്പം എന്തൊക്കെ കുട്ടികളെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ട്? പറയല്ലേ, പരീക്ഷ നല്ല പഠിച്ചു കിട്ടാ. നാളെ പരീക്ഷ ഉണ്ടല്ലേ? എല്ലാവർക്കും സുഖമാണ് തരുന്നത്. ഇങ്ങനെ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ഇപ്പം മസാലകളൊക്കെ റെഡി കേട്ടോ. ഇല്ലേ, ഇത് കട്ട്ലേറ്റിലാണ്, ഇത് പൊക്കോടക്കല് വെട്ടിക്കൊണ്ട് നിൽക്കണം, ഇത് ഉള്ളിവടക്കല്ലാണ്. ഓരോ ഐറ്റംസ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, റെഡിയിലേക്ക് കാണിക്കട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് സെറ്റാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് പൊടിയിട്ടാണ് കൊണ്ടുപോയാണ്ട് പിന്നെ ലെവലാക്കി 1 മണിക്കൂർ 1 മണിക്കൂർ പിടിച്ചിൽ വെക്കണം, എന്നാലേ സെറ്റായിക്കോളൂ. അപ്പോൾ അങ്ങനെ വരും കേട്ടോ. അങ്ങനെ സമൂസൻ്റെ മസാല റെഡിയാണ്. ചിറ്റാൻ പോവാണ്. ഇത് ചിറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചിറ്റാൻ കുറച്ച് 2 മണിക്കൂർ ചിറ്റ് കഴിയും. 100-200 സമൂസ ചിറ്റാണ്ട്. അപ്പോൾ ചിറ്റണം. കട്ട്ലേറ്റിൻ്റെ അതിന് പിന്നെ സെറ്റാക്കാണ്, പൊടിയിട്ടാണ്. കട്ട്ലേറ്റിൻ്റെ പൊടിയിട്ട് കൊണ്ട് കേട്ടോ. അവിടെ കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് പിന്നെ നമുക്ക് പിന്നെ ചട്ടിപ്പത്തിൻ്റെ ഇതുണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അത് കഴിഞ്ഞാൽ ഒക്കെ ടൈം കണക്കാവും എന്തായാലും. നമ്മൾ പറഞ്ഞ ടൈമൊക്കെ ആവുള്ളൂ, 4 മണി ഉണ്ടാവില്ല. പൊരിച്ച് വരുമ്പോൾ അത്ര ആവും. ഓക്കെ, സമൂസ കുറേ ചിറ്റി കഴിഞ്ഞു കേട്ടോ. ഏകദേശം ഇപ്പോൾ 10-200 ഏകദേശം അയക്കണം. അപ്പോൾ ചിറ്റി വെച്ചതാണ്. പിന്നെ സമൂസ 10-200 കഴിഞ്ഞ് കുറച്ചുകൂടി ചിറ്റാനും കൂടി കഴിഞ്ഞാൽ പരിപാടി തുടങ്ങും, പൊരിക്കണ പരിപാടി തുടങ്ങും. ഇപ്പോൾ വാങ്ങി കൊടുക്കാനാവും. ഓക്കെ, സമൂസൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ ചിറ്റി വെച്ചിട്ടുണ്ട്. ഒക്കെ ചിറ്റൊക്കെ റെഡിയാണ്. ഇപ്പം ഓർഡർ അനുസരിച്ചൊക്കെ ചിറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി പൊരിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയും പുള്ളികളൊക്കെ മസാല ഇട്ടാണ്ട് അത് കൂട്ടി വെച്ചാൽ പിന്നെ വാങ്ങുകൾക്ക് നിസ്കരിച്ചാൽ പരിപാടി തുടങ്ങാം. നേരത്തെ തുടങ്ങിയാൽ ഓക്കെ. ബാങ്ക് കൊടുത്തുള്ളൂ, ബാങ്ക് കൊടുത്തു. ഇനി നമ്മൾ നിസ്കരിച്ചു. ഞാൻ തുടങ്ങാൻ പരിപാടിയാണ്. ഇന്നലെ കുറച്ച് നേരം പെയ്യുന്നു, ഇന്ന് കുറച്ച് നേരത്തെ തന്നെയാണ്. 1 മണിക്കൂർ നേരത്തെ കിട്ടണം, അല്ലെങ്കിൽ നടക്കൂല. 4 മണി ഫുള്ള് തീരുമില്ലേ. അപ്പോൾ തുടങ്ങാനുള്ള പരിപാടി കേട്ടോ. കഴുകിയിട്ട് വൃത്തിയാക്കി നല്ല എണ്ണ പുതിയത് വെക്കാനാണ്. അപ്പോൾ അതിൽ വെക്കേണ്ട ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുരുങ്ങിയത് 5 പാല് വേണം ദിവസം. പിന്നെ കുറച്ചേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓയിലിനൊക്കെ വില കൂടിയിട്ടേ 138 റുപ്യാണ്. കഴിഞ്ഞ വർഷം 95 റുപ്യ. 138 റുപ്യാണ് ഓയിലിന്. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി പൊരിച്ചുമ്പോൾ 95 റുപ്യ 96 റുപ്യ കിട്ടിയ സാധനമാണ്.
എന്നാൽ അത് സമോസയ്ക്ക് വില കൂട്ടിക്കണോ അതിൻ്റെ കൂട്ടിയിട്ടില്ല. എല്ലാ സാധനത്തിനും 10 റുപ്യാണ് എപ്പോഴും. ഇനി കൂട്ടിയാൽ അത് വലിയ വിവാദമാണ്. പിന്നെ അതിന് ഞെക്കലില്ല. നോയമ്പല്ല തമിഴ് ആൾക്കാരെ തർക്കിച്ചിന് എഴുതിയിട്ട് അതുള്ളത് മതി. നമ്മളെന്നെ വേറെ പണിക്കാർക്കൊന്നും കൂലി കൊടുക്കണില്ല. അപ്പം നമ്മളെ ലാഭം കുറച്ച് കുറഞ്ഞാലും നമ്മളെ കൂലിയില്ല പറയുന്നത് പ്രശ്നമല്ല. നോമ്പല്ല. ഓക്കെ. അപ്പോൾ അടുപ്പ് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. അത്ര സൗണ്ടിലാക്കാൻ പെട്ടെന്ന് ചൂടാവില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് പവർ കൂട്ടി. പവർ അടുപ്പായതുകൊണ്ട് ഇത് ചട്ടിപ്പത്രി ആദ്യം സെറ്റാക്കിയിട്ട് വേണം നിങ്ങൾ തുടങ്ങാൻ. അതിൻ്റെ അടികൂടെ നമ്മൾ നടക്കില്ല. അതാദ്യം സെറ്റാക്കി വെച്ചാൽ ഇത് ചൂടാകാത്ത പാത്രത്തിൽ വെച്ചാൽ മതി. ചൂടാറില്ല. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ പൊരി തുടങ്ങിയാലേ പിന്നെ നമുക്ക് വിൽക്കാൻ നേരം ഉണ്ടാവും. അപ്പോൾ പഴംപൊരി ഇടൽ തുടങ്ങി കേട്ടോ. നിങ്ങൾ തിരക്കെന്ന് തുടങ്ങുകയാണ്. പഴംപൊരി ആദ്യം തുടങ്ങണം. അങ്ങനെ ചട്ടിപ്പത്തിൻ്റെ പരിപാടി നടന്നുകൊടുക്കുന്നുണ്ട്. പഴംപൊരിമ തുടങ്ങിയാണ്. അപ്പോൾ ഇതൊക്കെ പൊരിക്കാതെ തന്നെ എന്നൊക്കെ എടുത്ത് കാണിച്ചു തന്നെയാണ് വീഡിയോ. അപ്പോൾ ഒന്നിപ്പോൾ ഇനി അതിന് സമയമില്ല, എടുക്കണില്ല. അപ്പോൾ നമ്മളിവിടെ വൈൻഡപ്പാക്കാം കേട്ടോ. എന്ന് പൊരിച്ചതൊന്നും ഞാൻ കാണിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വൈൻഡപ്പാക്കാം കേട്ടോ. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും അസ്സലാമു അലൈക്കും. ഇവിടെ പൊരിയുത്താണ്. പൊരിയുത്തം അസറ വരെ പൊരിയുത്താണ്. അതിന് വേറെ ഒന്നും സമയം കിട്ടില്ല. അപ്പോൾ ആദ്യം പഴംപൊരി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ചട്ടിപ്പത്തി റെഡിയാണ്. ഓക്കെ.